തീർച്ചയായും നീതി ലഭിച്ചു എന്നുള്ളത്. കാരണം അവരും ഈ വിക്ടിം മരണപ്പെടുമ്പോൾ ഏതാണ്ട് 45 വയസ്സേ 48 വയസ്സെങ്ങാണ്ടേ അവർക്ക് ഉള്ളൂ. ഒരു മിഡിൽ ഏജിൽ തന്നെ അവർ വിധവയായ ഒരു സംഭവം. പ്രത്യേകിച്ചൊരു പൊളിറ്റിക്കൽ റൈവലറിയുടെ പേരിൽ അത്തരത്തിൽ ഒരാളെ വളരെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും പൊതുസമൂഹത്തിന് തന്നെ ഒരു സന്ദേശമാണ് നൽകുന്നത്. അതിൻ്റെ അകത്തിൽ രാഷ്ട്രീയം തന്നെയാണ്. കാര്യം ഇലക്ഷനിൽ ഇവർക്കെതിരെ മത്സരിച്ചു ഇവർക്കെതിരെ പ്രവർത്തിച്ചു ഈ പ്രതിക്കെതിരെ പ്രവർത്തിച്ചു ഒരു വിരോധമാണ് അതിൻ്റെ അതിൽ ബേസിക്കായിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മറ്റൊരു വിരോധവുമില്ല. അത് തീർച്ചയായും FIR ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അതിൽ ഇലക്ഷനിൽ മത്സരിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഈ പ്രതിക്കെതിരെ ഈ വിക്ടിമും ഈ ഒന്നാം സാക്ഷിയും അതുപോലെ തന്നെ ഈ മരണപ്പെട്ട വിക്ടിമും പ്രവർത്തിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമാണ് ഈ കൊലപാതകത്തിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത മർഡർ കേസാണ്. അണ്ടർ സെക്ഷൻ 302 അനുസരിച്ച് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതാണ്. തിരുവല്ല SHOയുടെ കീഴിലായിരുന്നു ഇതിൻ്റെ അന്വേഷണമൊക്കെ നടന്നത്. ഇത് 2015 പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് നേരത്തെ ഈ വിക്ടിമിൻ്റെ ഭാര്യ ലവ്ലി സാം അവിടെ മത്സരിച്ചു. അന്ന് അവർ വിജയിച്ചു. അതിനുശേഷം വന്ന ഇലക്ഷനിൽ ഈ പ്രതി 10ാം വാർഡിലെ മെമ്പറാണ്. ഈ പ്രതിക്കെതിരെ ഇവർ വർക്ക് ചെയ്തു എന്നുള്ള ഒരു വിരോധം കൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി വളഞ്ഞവട്ടം വന്ന ജംഗ്ഷനിൽ വന്നിട്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡിൻ്റെ പുറകെ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഏതാണ്ട് 13ഓളം കുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നത്. ആമാശയവും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ സൈഡ് ഉൾപ്പെടെ ഡാമേജ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ 26 ദിവസത്തോളം അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഡയൻ ഡിക്ലറേഷൻ കൊടുത്തിരുന്നു. ഡയൻ ഡിക്ലറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെ CW1 അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മൊഴി, ലവ്ലി സാമിൻ്റെ മൊഴി ഉണ്ടായിരുന്നു. മെഡിക്കൽ എവിഡൻസും ഫുള്ളി ഈ പ്രോസിക്യൂഷൻ എവിഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു. ആദ്യം ഡയൻ ഡിക്ലറേഷൻ എടുത്തിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള പ്രോസിക്യൂഷൻ എവിഡൻസ് എല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഏതാണ്ട് 25ഓളം സാക്ഷികളും കൂടാതെ MO 1 to 5 MOസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 25 സാക്ഷികളിൽ 18ഓളം പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായിട്ട് വിസ്തരിച്ചു. 1-2 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സദാനന്ദ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷക്കാരനുണ്ടായിരുന്നു. അതാണ് ഒക്കറൻസ്, ഐ വിറ്റ്നസ് ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇതിന് ശേഷം ബാക്കിയുള്ള വിറ്റ്നസ്സിലൂടെയാണ് നമ്മൾ ഈ കേസ് ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത്. ഡയൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ വെച്ചാണ് പ്രതിയെ ശിക്ഷിച്ചത്. ശിക്ഷ ലൈഫ് ഇംപ്രിസൺമെൻറ്റാണ്. ജീവപര്യന്ത ശിക്ഷയും 2 ലക്ഷം രൂപയുമാണ്. ആ 2 ലക്ഷം രൂപയിൽ 1,50,000 രൂപ വിക്ടിമിൻ്റെ വൈഫിന് കൊടുക്കുന്നതിനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പ്രതി റിമാൻഡ് കാലയളവിൽ കിടന്നിരുന്ന ആ കാലയളവ് സെറ്റ് ഓഫ് ആയിട്ട് കോടതി കൺസിഡർ ചെയ്തിട്ടുണ്ട്. റിമാൻഡ് 3 മാസമേ കിടന്നിട്ടുള്ളൂ. അതായത് ഈ കുറ്റകൃത്യം കഴിഞ്ഞതിന് ശേഷമുള്ള പോലീസ് കേസെടുത്തതിന് ശേഷം ഇയാൾ റിമാൻഡ് ചെയ്തിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. അതിൽ ഒരു 3 മാസത്തോളം റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അത് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്ന് കോടതി വിധിച്ച അതിൽ തന്നെ ഗവൺമെൻറ് ഇനിയും തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.